വാർത്തകൾ തുടരുന്നു. സെപ്റ്റംബർ 1 മുതൽ മംഗലാപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവരുടെ മേൽ ചുമത്താൻ തീരുമാനിച്ച യൂസേഴ്സ് ഫീസ് പിൻവലിക്കണമെന്ന് അയാട്ട റീജിയണൽ സെക്രട്ടറി എൻ.എ. സുലൈമാൻ ആവശ്യപ്പെട്ടു. മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്ന് സെപ്റ്റംബർ 1 മുതൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും യൂസേഴ്സ് ഫീ ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചതായി എയർപോർട്ട് ഡയറക്ടർ മിസ്റ്റർ M.R. വാസുദേവ പറയുകയുണ്ടായി. മംഗലാപുരം വിമാനത്താവളത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു എയർപോർട്ടിലൊന്നാണ് മംഗലാപുരം. വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലുമാണ്. അതിൻ്റെ പുതിയ ഒരു ടെർമിനലിൻ്റെ ഉദ്ഘാടനം മെയ് 15-നാണ് ആരംഭിച്ചത്. എങ്കിലും ആഗസ്റ്റ് 2-ാം തീയതിക്ക് ശേഷമാണ് അത് പ്രവർത്തനക്ഷമമായത്. ഉടനെ തന്നെയാണ് യൂസേഴ്സ് ഫീയുടെ കാര്യവും അറിയാൻ കഴിഞ്ഞത്. ഇത് തികച്ചും ഞെട്ടലോടുകൂടിയാണ് യാത്രക്കാർ ശ്രവിച്ചത്. അന്താരാഷ്ട്ര വിമാന യാത്രക്കാർക്ക് 825 രൂപയും ആഭ്യന്തര സർവീസിലുള്ള യാത്രക്കാർക്ക് 150 രൂപയുമാണ് ഇപ്പോൾ യൂസേഴ്സ് ഫീ ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നേരത്തെ കരിപ്പൂരിൽ നിന്ന് യാത്ര ചെയ്യുന്നവരിൽ നിന്ന് 1000 രൂപ ഈടാക്കിയിരുന്നു. അതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര ചെയ്യുന്നവരിൽ നിന്ന് 500 രൂപയും ഈടാക്കിയിരുന്നു. ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് അതൊക്കെ പിൻവലിച്ചത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എത്രയും വേഗം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉണരുകയും നമ്മുടെ MLA-മാരും MP-മാരും സമ്മർദ്ദം ചെലുത്തി അത് പിൻവലിക്കുവാനുള്ള ശ്രമം നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സെപ്റ്റംബർ 1 മുതൽ മംഗലാപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവരുടെ മേൽ ചുമത്താൻ തീരുമാനിച്ച യൂസേഴ്സ് ഫീസ് പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര യാത്രക്കാരൻ 825 രൂപയും ആഭ്യന്തര സർവീസ് യാത്രക്കാരന് 150 രൂപയുമാണ് യൂസേഴ്സ് ഫീ. മംഗലാപുരത്തെ പുതിയ ടെർമിനൽ ആഗസ്റ്റ് 2-ാം തീയതി മുതലാണ് പ്രവർത്തനക്ഷമമായത്. ഈ ടെർമിനലിന് ഭാരിച്ച ചെലവ് വരുന്നതുകൊണ്ടാണ് യൂസേഴ്സ് ഫീസ് ഈടാക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇതിനെതിരെ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം രേഖപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഫെഡറേഷൻ ഓഫ് അയാട്ട ട്രാവൽ ഏജൻസീസ് അസോസിയേഷൻ റീജിയണൽ സെക്രട്ടറി എൻ.എ. സുലൈമാൻ പറഞ്ഞു. നേരത്തെ കരിപ്പൂരിൽ നിന്ന് 1000 രൂപയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് 500 രൂപയും ചുമത്തിയത് പിൻവലിച്ചത് ശക്തമായ സമ്മർദ്ദ ഫലമാണ്. തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ പോകുന്ന പുതിയ ടെർമിനൽ വഴി പോകുന്ന യാത്രക്കാരുടെ മേലിലും യൂസേഴ്സ് ഫീ ഇനത്തിൽ 750 രൂപ ഈടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും എൻ.എ. സുലൈമാൻ പറഞ്ഞു.